ഉടുമ്പൻചോലയിലെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് തിരക്കിട്ട പ്രചരണ ദിനമായിരുന്നു ഇന്ന്. എൻഡിഎ സ്ഥാനാർത്ഥി നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയപ്പോൾ സേനാപതി വേണുവിന്റെ പൊതുപര്യടനത്തിന് ഇന്ന് തുടക്കമായി. എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജയചന്ദ്രൻ ഇന്ന് ഉടുമ്പൻചോല, സേനാപതി, ശാന്തൻപാറ പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയത്. ഉടുമ്പൻചോല ബ്യൂറോയിൽ നിന്നും അനീഷ് പിയുടെ റിപ്പോർട്ട്. ഷിബിൻ, വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനാൽ തന്നെ ഇന്ന് സ്ഥാനാർത്ഥികൾക്ക് ഷിബിൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്കിട്ട ദിവസമായിരുന്നു മുന്നണി സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും. ഇന്നാണ് സേനാപതി വേണു, UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന്റെ പൊതുപര്യടനം ആരംഭിച്ചത്. 3 പഞ്ചായത്തുകളിലായാണ് ഈ പൊതുപര്യടനം ആരംഭിച്ചത്. ഇന്ന് നടന്നത് ഉടുമ്പൻചോല, അതിനുശേഷം സേനാപതി, ഒടുവിൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലുമായാണ് പര്യടനം നടന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും തന്നെ നിരവധി ആളുകളാണ് സ്വീകരണം നൽകുവാനായി എത്തിയത്. നാളെയും പര്യടനം നടക്കുന്നുണ്ട്. നാളെ രാജകുമാരി, രാജാക്കാട് പഞ്ചായത്തുകളിലാണ് സേനാപതി വേണുവിന്റെ പര്യടനം നടക്കുക. LDF സ്ഥാനാർത്ഥി കെ ജയചന്ദ്രന്റെ പര്യടനം ശാന്തൻപാറയിൽ നിന്നാണ് ഇന്ന് ആരംഭിച്ചത്. ശാന്തൻപാറ, സേനാപതി, ഉടുമ്പൻചോല പഞ്ചായത്തുകളിലാണ് ഇന്ന് പര്യടനം നടന്നത്. അല്പസമയത്തിനകം മാവടിയിൽ ഈ പര്യടനത്തിന് സമാപനമാകും. നാളെയും അദ്ദേഹത്തിന്റെ പൊതുപര്യടന പരിപാടികൾ നടക്കും. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് നെടുങ്കണ്ടത്താണ് ഉച്ചവരെയും കേന്ദ്രീകരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഇവർ നെടുങ്കണ്ടം, അതുപോലെ തന്നെ കരുണാപുരം പഞ്ചായത്തിലെ വിവിധ മേഖലകൾ സന്ദർശിച്ച് വോട്ടർമാരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു. വോട്ടർമാരോടെല്ലാം വോട്ട് വ്യക്തിപരമായി ഉറപ്പിച്ചുകൊണ്ടാണ് സംഗീത വിശ്വനാഥന്റെ പ്രചരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 2-ാം തീയതിയാണ് സംഗീത വിശ്വനാഥന്റെ വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നത്. 2 മുതൽ 6 വരെയാണ് ഈ പ്രചരണം നടക്കുന്നത്. ഇതിന് മുന്നോടിയായി 31-ന് നെടുങ്കണ്ടത്ത് നടക്കുന്ന വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതില് NDA കൺവീനർ ആയിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കുന്നുണ്ട്. എന്താണെങ്കിലും മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വളരെ വലിയ തിരക്കിട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. നാളെയും ഇത് തന്നെയായിരിക്കും അവസ്ഥയെന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണെങ്കിലും ഉടുമ്പൻചോലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അധികരിച്ചിരിക്കുകയാണ്. ഷിബിൻ.